ഈ ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമല്ല. ബൈഡൻ്റെ കാലത്ത് നടന്നിട്ടുള്ള, അതായത് ബംഗ്ലാദേശിലെ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പണം, അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും അത്തരത്തിലൊരു നീക്കം അവർ പണം കൊണ്ട് നേടിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തി. ഇത് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, ട്രംപ് തന്നെയാണ്. ഇതിൽ വാസ്തവമല്ലേ? അത് ബൈഡനെ നമ്മളൊന്ന് പഠിച്ചാൽ, ബൈഡൻ വളരെ തന്ത്രശാലിയാണ്. 1971 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുമ്പോഴേ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണാണ്. അപ്പോൾ നിക്സൺ അന്ന് ഇന്ത്യയെ ആ തെരഞ്ഞെടുപ്പോടുകൂടി നശിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. അതിനാണല്ലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവർ 7ാം കപ്പൽപ്പടയൊക്കെ അയച്ചത്. അന്ന് ഇന്ത്യയെ രക്ഷിച്ചെടുത്തത് ബ്രഷ്നേവിൻ്റെയും റഷ്യയുടെയും ശക്തമായ നിലപാടായിരുന്നു. റിച്ചാർഡ് നിക്സന് ശേഷം വൈറ്റ് ഹൗസിൽ വരുന്ന ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധൻ എന്ന് പറയുന്നത് ബൈഡനാണ്. നമ്മൾ ഈ നാടൻ ഭാഷയെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ബൈഡൻ. ബൈഡൻ്റെ പിന്നിൽ ബൈഡൻ അനാരോഗ്യവാനായിരുന്നു, പക്ഷേ എങ്കിലും ഈ ഇത്തരം ചിന്തകൾക്കൊന്നും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നത് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള സംഘടനകളാണ്. അത് ആ സംഘടന ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത്. ഷെയ്ഖ് ഹസീന അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. 10,000-ൽ താഴെയുള്ള ജനങ്ങളാണ് അവിടെ കലാപമുണ്ടാക്കി ഷെയ്ഖ് ഹസീനയെ കൊല്ലാനായിരുന്നു അവരുടെ തീരുമാനം. കഷ്ടിച്ചവരെ രക്ഷപ്പെടാൻ കാരണം പട്ടാളം അവരെ സഹായിക്കാൻ നിന്നതുകൊണ്ടാണ്. പക്ഷേ ഈ കലാപം ഉണ്ടാക്കിയതിൻ്റെ പിന്നിലും പട്ടാളക്കാരുണ്ട്. പട്ടാളത്തെ വിലക്കെടുത്തു. അങ്ങനെയാണ് ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ് യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി ഈ അവിടുത്തെ പ്രധാനമന്ത്രിയായി. ഈ ജനക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് ഷെയ്ഖ് ഹസീനയെ വേണ്ട, ഞങ്ങൾക്ക് മുഹമ്മദ് യൂനുസിനെ മതിയെന്ന്. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മുഹമ്മദ് യൂനുസിനെ മതിയെന്ന് ഈ തെരുവിൽ നിൽക്കുന്ന ഈ അക്രമകാരികളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഡൽഹിയിലൊരു ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ വേണ്ട, രാഹുൽ ഗാന്ധിയെ മതി എന്ന് പറയാൻ ഒക്കും. പക്ഷേ അത് ഇന്ത്യ നടക്കുകയില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അതൊരു പരീക്ഷണമായിരുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ നടത്തിയ വളരെ ഫലപ്രദമായൊരു പരീക്ഷണമായിരുന്നത്. അപ്പോൾ ബൈഡന് ഇന്ത്യയെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ. എന്തിനാ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നു? ഒന്ന്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശക്തമായൊരു ഹിന്ദുത്വ നിലപാടിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. 2, നരേന്ദ്രമോദി അസാധാരണ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയാണ്. ഒരുത്തൻ്റെ മുന്നിലും മുട്ടുമടക്കാത്ത ഒരു ഭരണാധികാരിയാണ്. അത് ഷീ ജിൻപിങ്ങിൻ്റെ മുന്നിലായാലും ശരി, ബൈഡൻ്റെ മുന്നിലായാലും ശരി, ആരുടെ മുന്നിലായാലും ശരി, പുട്ടിൻ്റെ മുന്നിലായാലും കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പം നരേന്ദ്രമോദി ഏത് മാർഗത്തിലൂടെയും പുറത്താക്കുക, അതായിരുന്നു ബൈഡൻ്റെ ലക്ഷ്യം. അതേ ലക്ഷ്യം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ആവശ്യമായ എല്ലാ ധനസഹായവും ചെയ്യാൻ ശതകോടീശ്വരനായ ജോർജ് സോറസും അമേരിക്കൻ ഖജനാവിൽ നിന്നും, അമേരിക്കൻ എക്സ്ചക്കറിൽ നിന്നും $21 മില്യൺ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ടേൺ ഔട്ട് കൂട്ടാനായിട്ട്, ഇന്ത്യയിലെ കൂടുതൽ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനായിട്ട് എന്ന പേരിൽ, ഇന്ത്യൻ ജനാധിപത്യത്തെ കൊണ്ട് സർഗാത്മകമാക്കാൻ എന്ന പേരിൽ ഇന്ത്യയെ ചെലവഴിച്ചത്. അത് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് വരുന്ന ആളുകളിൽ നമുക്കത് മനസ്സിലാവും. 29 കോടി രൂപയാണ് ബംഗ്ലാദേശിൽ അവർ ചെലവഴിച്ചത്. ബംഗ്ലാദേശിൽ ചെലവഴിച്ചതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ചെലവഴിച്ചത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ ഭരണഘടന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ അത്ര പെട്ടെന്ന് അമേരിക്ക വിചാരിച്ചാൽ ദുർബലമാക്കാൻ കഴിയുന്ന ദുർബലമായൊരു ജനാധിപത്യ സംവിധാനം അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ ബൈഡൻ്റെ ഗൂഢപദ്ധതി ബംഗ്ലാദേശിൽ വിജയിച്ചു, പക്ഷേ ഇന്ത്യയിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഈ പണം ഇന്ത്യക്ക് കിട്ടിയ 24, ബംഗ്ലാദേശിന് കിട്ടിയ 29 മില്യൺ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇന്ത്യക്ക് കിട്ടിയ $21 മില്യൺ ഇവിടെ പോയി. കഴിഞ്ഞ ദിവസം ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യക്ക് $21 മില്യൺ, ബംഗ്ലാദേശിന് $29 മില്യൺ ഇതിനായി കൊടുത്തു വരും. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുക അതല്ല, ഇന്ത്യക്കൊന്നും കിട്ടിയില്ല, ബംഗ്ലാദേശിനെ കാശ് കൊടുത്തത്. ഈ പത്രം അധപ്പതിക്കുമ്പോൾ ഏത് ലെവലിലും അധപ്പതിക്കും. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഏത് ലെവലിലും അധപ്പതിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് മാതൃഭൂമിയുടെ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മാധവിക്കുട്ടി ഒരിക്കൽ അവരുടെ ഒരു പുസ്തകത്തിൽ എഴുതിയത്, പുസ്തകം ഞാൻ ഓർക്കുന്നില്ല, സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത്, സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യഭിചാരം പോലെ പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് സൃഷ്ടിപരമായൊരു കാര്യമാണ്. പത്രപ്രവർത്തനം അതുപോലെയാണ്. വ്യഭിചാരം പോലെ പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല യഥാർത്ഥ പത്രപ്രവർത്തനം. പക്ഷേ മാതൃഭൂമി ചെയ്യുന്നത് വ്യഭിചാരം പോലെ
വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന പത്രപ്രവർത്തനമായിട്ടാണ് മാതൃഭൂമി അധപ്പതിച്ചിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് മാതൃഭൂമി വായിച്ചു നോക്കിക്കട്ടെ. ചിദംബരം ചെട്ടിയാരുടെ ലേഖനം, ഇന്ത്യയുടെ നമ്പർ 1 ഫ്രോഡ് ചിദംബരം ചെട്ടിയാരുടെ ലേഖനം, രാഹുൽ ഗാന്ധിയുടെ ലേഖനം, ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ലേഖനം പ്രസിദ്ധീകരിക്കുന്ന വീക്ഷണത്തിൻ്റെ നിലവാരത്തിലാണ് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നത്. പണ്ടായിരുന്ന വീരേന്ദ്രകുമാറിൻ്റെ ലേഖനം വായിച്ച് ഒരുപാട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. വീരേന്ദ്രകുമാരുടെ കാലം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചത് രക്ഷപ്പെട്ടെന്ന്. അപ്പോൾ അതാ വന്നിരിക്കുന്നു ശ്രേയാംസ് കുമാറിൻ്റെ ലേഖനം. ശ്രേയാംസ് കുമാറിൻ്റെ ലേഖനവും അദ്ദേഹത്തിൻ്റെ മകളുടെ ലേഖനവുമായി. എന്നുകൊണ്ട് ഇവരെല്ലാം കൂടെ കേരളീയരെ പ്രബുദ്ധരാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാതൃഭൂമി. അപ്പോൾ ആ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പത്രപ്രവർത്തനം, ഒരു പത്രം, ദേശീയ പാരമ്പര്യമുള്ളൊരു പത്രം അധപ്പതിച്ചതിൻ്റെ ഭാഗമല്ലേ. ട്രംപ് പറഞ്ഞ കണക്ക് തെറ്റാന്നും മാതൃഭൂമി പത്രാധിപരെ ആരോ ഒരുത്തിന് ഇരിപ്പുണ്ട്, അവൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന എന്ത് പത്രധർമ്മമാണിത്? ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, 21 മില്യൺ അമേരിക്കൻ ഡോളർ ഇവിടെ എത്തിയതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ മീഡിയയ്ക്ക്, മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട്, NGOകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അധികം പണം അവർ ചെലവഴിച്ചത് NGOകളിൽ കൂടിയാണ്, സന്നദ്ധ സംഘടനകൾ കൂടിയാണ്. അതിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാലേ, നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാലേ, 1957 ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് അമേരിക്കയുടെ ഉറക്കം കെടുത്തി. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. ഇന്ത്യ തന്നെ വലിയൊരു ജനാധിപത്യ രാജ്യമാണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. പിൽക്കാലത്ത് നമ്മൾ അറിഞ്ഞത് EMSൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ CIA പണം മുടക്കിയെന്നാണ്. അതിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. CIAയുടെ പണം മുടക്കിയാണ് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത്. അല്ല, അത് ശരിയായ കാര്യമാണല്ലോ. അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴ് ഈ ഇദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ. അപ്പോൾ 21 മില്യൺ ഡോളർ ഇവിടെ പോയി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം നമ്മുടെ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട 1-2-3 കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇപ്പോഴേ അനുഗുണമായ ചില സാഹചര്യങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്പർ 1, ട്രംപ് ശക്തമായി ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരാളാണ്. നമ്പർ 2, ഇപ്പോഴേ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ചുമതല വന്നിരിക്കുന്ന കാഷ് പട്ടേൽ എന്ന് പറഞ്ഞൊരാളാണ്. ഈ കാഷ് പട്ടേൽ ഗുജറാത്തുകാരനാണ്, ഇന്ത്യൻ വംശജനാണ്, അമേരിക്കയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യമാണ് പിന്നെ FBI തലപ്പത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അനുഗുണമാണ്. അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് ആയാലും ശരി, വൈസ് പ്രസിഡൻ്റ് ഭാര്യ ഇന്ത്യക്കാരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇന്ത്യക്ക് അനുകൂലമായ ശക്തമായൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഡിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാനും ശ്രമിച്ച ആളുകളെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൃത്യമായിട്ട് അറിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനകത്ത് ചില സംഘടനകളെ കുറിച്ചുള്ള ചില അല്ല, അതിനിടയ്ക്ക് കേൾക്കട്ടെ, ഈ ബംഗ്ലാദേശിൽ ഉണ്ടായ തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കമാണോ ഇന്ത്യയിൽ അവർ? അത് വ്യത്യസ്തമായ തരത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു കാരണവശാലും മോദി പ്രധാനമന്ത്രിയാവില്ല. മോദിക്കെതിരായിട്ട് എന്തെങ്കിലും തരംഗം ഉണ്ടായിരുന്നു. മോദിക്കെതിരെ വോട്ട് ഇവിടെ വന്നത് ഒന്ന് UPയിലെ ചില കോൺസ്റ്റിറ്റ്യുവൻസിൽ, അത് മാത്രം. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ ചില കോൺസ്റ്റിറ്റ്യുവൻസി വന്നു. വേറെ ഇവിടെ മഹാരാഷ്ട്രയിലും UPയും വ്യാപകമായി മോദിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. മോദിക്കെതിരെ ഒരു തരംഗമുണ്ടെങ്കിൽ, ഒരു വികാരമുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ വരണ്ടേ? 28 സ്റ്റേറ്റ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറിയും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം വരണ്ടേ? ഈ 2 സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ്. മഹാരാഷ്ട്ര നിയമസഭയിൽ കാര്യങ്ങൾ മാറി. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ ശക്തികളെ കണ്ടുപിടിക്കാനും അതിനെ പിന്നെ അവരെ നിർവീര്യമാക്കാനും ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഘടനകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇന്ത്യയിൽ ഈ വ്യാജ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്. അതിലൊന്ന് CJP എന്ന് പറയുന്നൊരു സംഘടനയാണ്, സിറ്റിസൺസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പീസ്. അതാണ് അതിൻ്റെ പേര്. കേൾക്കുമ്പോൾ നല്ല പേരാണ്. സമാധാനത്തിനും നീതിന്യായത്തിനും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന. അതിൻ്റെ നേതാവ് ആരാന്ന് നോക്കുമ്പോഴാണ് ടീസ്താസ് സെതൽവാസ് എന്ന് പറയുന്ന ഒരാളും അവരുടെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ പേര് ജാവേദ് ആനന്ദ് എന്നാണ്. ഇവർ രണ്ടുപേരും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവർ കുറച്ചു കാലം മുമ്പ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഹിന്ദുസ് ഫ്രെയിം മുസ്ലിംസ്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫ്രെയിം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിൻ്റെ പേര്. ഈ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തി ശാസിച്ചു. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയണം, കോടതിയെക്കുറിച്ച് പറയാൻ വേറൊരു കാര്യം കൂടെ പറയണം. ഈ ടീസ്താസ് സെതൽവാദിനെ കേസെടുത്തപ്പോൾ അർദ്ധരാത്രി 12:30 മണിക്ക് സുപ്രീം കോടതിയിലെ ഏതോ ജഡ്ജി എണീറ്റ് അലാറം വെച്ച് എണ്ണിച്ച് അവർക്ക് ജാമ്യം കൊടുത്തു.
അപ്പോൾ ഇത് ഈ നമ്മുടെ ഈ ജുഡീഷ്യറിയുടെ ഒരു നിലവാരം താഴെ പോയി ഇനി എവിടോട്ട് എത്തുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം ഇത്. അപ്പം അതാണ് ഞാൻ ഒരു സംഘടനയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ CJP. മറ്റൊന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. ഈ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറയുന്ന സംഘടനയാണ് മാവോവാദികൾക്ക് സഹായം ചെയ്യുന്നത്. ഈ മാവോവാദികളുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചൈനീസ് ചെയർമാൻ ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരാന്ന് പറയുമ്പോൾ അവൻ്റെ ക്വാളിറ്റി മനസ്സിലായി. അവർ ചെയ്യുന്ന കാര്യം വനങ്ങളിൽ പതുങ്ങിയിരുന്ന് ഇന്ത്യൻ പട്ടാളക്കാരക്ക് പോകുന്നിടത്ത് കുഴിബോംബ് വെച്ച് അതിനെ തകർക്കുക എന്നുള്ളതാണ്. ഈ മാവോവാദിക്ക് വേണ്ടിയാണ് നമ്മുടെ CPI ഒക്കെ സംസാരിക്കുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരുടെ ട്രക്ക് തകർക്കുന്ന മാവോവാദിയിലെ കുറേ പിള്ളേരെ പിടിച്ചപ്പോഴാണ് ബിനോയ് വിശ്വം നെഞ്ചത്തടിച്ച് കരഞ്ഞത്. പിന്നെ അത് വംശനാശം വന്ന് പോകുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് CPI ഭീഷണിയല്ല, പക്ഷേ മാവോവാദി ഭീഷണിയാണ്. അപ്പോൾ ഇവിടെ മാവോവാദികളെ സഹായിക്കുന്ന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞാണ് വേറൊരു സംഘടന. ഈ അമേരിക്കയിൽ നിന്ന് പണം പറ്റുന്ന സംഘടനയുടെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ. ഈ ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിലിൻ്റെ ആളുകൾക്ക് ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട്. അവരാണ് ഒരു കാലത്ത് സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അന്ന് അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരസ്യമായിട്ടാണ് അവർ പറഞ്ഞത്, പരസ്യമായിട്ട് അവർ വാൾ പോസ്റ്റർ പതിച്ചു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ സിമി പറഞ്ഞതായിട്ട്. അതിൻ്റെ നേതാവായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ അഭിനവ വിപ്ലവകാരി KT ജലീൽ. അദ്ദേഹം പിന്നീട് മാറിയിട്ട് ഇനിയും ഒരു കാര്യം ചെയ്ത് നാളെ തൊട്ട് ജനാധിപത്യ വിപ്ലവം നടത്തിക്കളയാം എന്ന് പറഞ്ഞ് വന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി. അതും പ്രൊഫസർ രവീന്ദ്രനാഥിനെ പോലെ ഒരാളിൻ്റെ കയ്യിലിരുന്ന വകുപ്പ് അതെടുത്ത് മാറ്റിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീവ്രവാദിയെ ഏൽപ്പിക്കുന്നത്. അവസാനം ജലീൽ കുറേ കാലം അത് കൊണ്ടു നടന്നു. ജലീൽ ആരാണെന്നൊക്കെ ഇപ്പോൾ പിന്നെ മനസ്സിലായല്ലോ. അതാണ് വേറൊരു സംഘടന, ഈ ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിലാണ്. പിന്നെ വേറെ ഒരു സംഘടനയുണ്ട്, സൗത്ത് ഏഷ്യൻ സോളിഡാരിറ്റി ഗ്രൂപ്പ്. ഈ സൗത്ത് ഏഷ്യൻ സോളിഡാരിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ ജനാധിപത്യം, പൗരാവകാശം ഇതൊക്കെ സംരക്ഷിക്കാനാണെന്ന് നമുക്ക് തോന്നും. ഇവരാണ് LTTEക്ക് ധനസഹായം ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീലങ്കയിലെ വിഘടനവാദം ഉണ്ടാക്കാൻ LTTEക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. ഇവരെല്ലാവരും ഈ പണം കൈപ്പറ്റുകയും ഇവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ കോൺഗ്രസ് ചെയ്തു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്തു. കാരണം ഞാനതാ പറഞ്ഞത്, രാഹുൽ ഗാന്ധി വളരെ അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരിക്കുന്നതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഈ നെഹ്റു കുടുംബം തന്നെ, സോണിയാഗാന്ധി ആയാലും ശരി, രാഹുൽ ഗാന്ധി ആയാലും ശരി, പ്രിയങ്ക ഗാന്ധി ആയാലും ശരി, കൃത്യം ഹിഡൻ അജണ്ട അവർക്കുണ്ട്. അപ്പോൾ അവരുടെ വൈദേശിക ബന്ധങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ പുറത്ത് വരും. നാഷണൽ ഹെറാൾഡ് കേസിൽ തട്ടിയെടുത്ത 5000 കോടി എവിടെയാണെന്ന് ഇവർ പറയേണ്ടി വരും. പക്ഷേ ആ കേസ് വേണ്ടതുപോലെ നടത്താനുള്ള താല്പര്യം മോദി സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മാറിക്കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വന്നാൽ ഇന്ത്യയിൽ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട്, അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പപ്പു തന്നെയാണ് നല്ലത് എന്നവർ തീരുമാനിച്ചായിരിക്കും ഒരു പക്ഷേ. കാരണം ശക്തമായൊരു പ്രതിപക്ഷം, ശശി തരൂരായിരുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നരേന്ദ്രമോദി അംഗീകരിക്കേണ്ട സ്ഥലത്ത് അംഗീകരിക്കും, ആദരിക്കേണ്ടിടത്ത് ആദരിക്കും, വിമർശിക്കേണ്ടിടത്ത് നിർദാക്ഷിണ്യം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് വിമർശിക്കും. ഗവൺമെൻറ്റിന് വളരെ കംഫർട്ടബിൾ അല്ലേ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്? ഇതൊരു കോമഡി കഥാപാത്രം വന്നിരുന്നു പറഞ്ഞാൽ അവർക്ക് ചിരിക്കാനും വേണ്ടി ഉപയോഗിക്കാൻ. അപ്പോൾ ഒരിക്കലും ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ തലപ്പത്ത്, അതായത് BJP കോൺഗ്രസിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധിയെ മാറ്റാൻ അവർ ആഗ്രഹിക്കത്തില്ല. രാഹുൽ ഗാന്ധി എത്ര കാലം തുടരും അത്രയും കാലം അവർക്ക് നല്ലതാണ്. പക്ഷേ കോൺഗ്രസ് ശക്തമായൊരു പ്രതിപക്ഷമായി വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ BJPക്ക് തലവേദന അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി സംരക്ഷിക്കുന്നതെന്നാണ് മനസ്സിലായത്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊരു ഒരു 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 പിന്നെ ദൈന്യത കാണിക്കുന്നോ വിട്ടുവീഴ്ച കാണിക്കുന്നോ ഒക്കെ. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഇടയ്ക്ക് തീർത്ഥയാത്ര പോകുമല്ലോ. അതെ, നമ്മുടെ ഇന്നസെൻ്റ് ഹനുമാൻ സേനയ്ക്ക് പോകുന്ന പോലെ ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ, വിയറ്റ്നാം കോളനി ഇതിനകത്ത് നമ്മുടെ ഗോഡ് ഫാദറിൽ ഇടയ്ക്ക് ഹനുമാനെ സേവിക്കാൻ പോകുന്നത്. ഇദ്ദേഹം ആരോ സേവിക്കാൻ ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ. ഗവൺമെൻറ് അറിയാം എവിടെയാണ് പോകുന്നതെന്നൊക്കെ, കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ലെന്നേ. അപ്പോൾ എന്തായാലും ശരി, ഈ സന്നദ്ധ സംഘടനകളുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ, അതായത് മോദി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കുക, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കുക. ഇന്ത്യൻ സൈന്യത്തെ ഉളിയിരുന്നാണ് മാവോവാദികൾ ആക്രമിച്ചത്. പക്ഷേ ബാലേക്കോട്ടിൽ ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ എയർഫോഴ്സ് പോയി ആക്രമണം നടത്തിയപ്പോഴേ പൈൻമരങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ അവിടെ ഒരു ചുക്ക് സംഭവിച്ചില്ല എന്ന് പറഞ്ഞത് മാവോവാദിയുടെ മറ്റൊരു രൂപമായ രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ് അയാൾ തൊട്ടത്, രാഹുൽ ഗാന്ധി തൊട്ടത്. അപ്പം ഞാനതാ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ
വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇത്തരം സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുക മാത്രമല്ല, പല വ്യാജ പേരുകളിൽ അവരെ ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, നമ്മളുടെ ആർമിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമാക്കുന്ന മറ്റൊരു ലക്ഷ്യം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അതിനാണ് ഇദ്ദേഹം ഈ അദാനിയുടെ പുറകെ നടക്കുന്നത്. ഇദ്ദേഹം അദാനിയുടെ പുറകെ നടന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദാനിയെ ചീത്ത വിളിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധി മാത്രമേ അദാനിയെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് അദാനിയെ തകർക്കണം, അംബാനിയെ തകർക്കണം, വളർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളെയും ഇന്ത്യയെ തകർക്കുക. എങ്കിൽ മാത്രമേ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കണമെങ്കിൽ ഈ കമ്പനികളെ തകർന്നെങ്കിലേ പറ്റുള്ളൂ. വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പോകുന്നതെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്, അവരുടെ കയ്യിൽ ഇൻഫർമേഷൻസ് അവൈലബിളാണ്. അവരുടെ വിരൽത്തുമ്പിൽ ഈ ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ അറിയാം. പഴയ പോലെ പത്രം വായിച്ച്, ഈ കള്ളപ്പത്രം വായിച്ചല്ല, മനോരമയും മാതൃഭൂമിയും പോലുള്ള തരംതാണ പത്രങ്ങൾ വായിച്ചല്ല പുതിയ തലമുറ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്കെല്ലാം മെറ്റീരിയൽസും ഇൻഫർമേഷൻസും അവൈലബിളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അമിഷേൽ എന്ന് പറഞ്ഞൊരാൾ, കേരളത്തിനെ മനസ്സിലാക്കേണ്ട അമിഷേൽ എന്ന് പറഞ്ഞ ഒരാൾ ഹമാസിൻ്റെ നേതാവാണ്. ആ അമിഷേൽ എന്ന് പറയുന്ന ആളിപ്പോൾ മലയാളി മറന്നുപോയില്ല. അമിഷേലാണ് വന്നത്, ഓൺലൈനിൽ വന്ന് ഇവിടുത്തെ മലയാളികളെ അഭിസംബോധന ചെയ്തത് ഹമാസിൻ്റെ നേതാവ്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇത്തരം സംഘടനകളുടെ ഒരു തട്ടകമായി മാറാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടൊരു പക്ഷേ കേരളീയർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം നശിപ്പിക്കാൻ, ഇവിടെ നല്ല മതസൗഹാർദ്ദം നിന്നിരുന്ന സ്ഥലമാണ്, അത് പരിപൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ വ്യവസായ വികസനങ്ങൾ തളർത്താൻ, രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കാൻ, തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ ഇത്തരം സന്നദ്ധ സംഘടന NGOകളാണ് നടത്തുന്നത്. ആ NGOകളെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അത്ര വലിയ പ്രശ്നമല്ല, നമ്മുടെ സംസ്ഥാനം വളരെ അരക്ഷിതാവസ്ഥയിലേക്ക് മാത്രമല്ല അപകടകരമായിട്ടും മുന്നോട്ട് പോകും. അവരതിൻ്റെ ഒരു തുടക്കം സ്റ്റാലിനെ വെച്ച് തമിഴ്നാട്ടിൽ ആരംഭിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് തമിഴിന് ഭാഷ പഠിക്കാൻ സൗകര്യമില്ല. ഈ തമിഴും പഠിച്ചുകൊണ്ട് പോയി ഇന്ത്യയിലെ പുറത്ത് പോയി. നമ്മളൊക്കെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിച്ചിട്ടുള്ള ആളുകളാണ് ഞാനും ഒക്കെ. നമ്മൾ ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറയാനോ വലിയ പ്രയാസമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഹിന്ദി അറിയാത്തവൻ ഇന്ത്യയിലെ ഹൃദയഭൂമിയിലോട്ട് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തമിഴിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമായി നിന്നത് അവൻ്റെ അനാവശ്യമായ ഭാഷാപ്രയോഗമാണ്. അവനെ ഇംഗ്ലീഷും ഹിന്ദിയും പറ്റുമെങ്കിൽ മറ്റ് ഭാഷകളൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ തമിഴ്നാടിന് പുറത്തേക്ക് അവന് പോകാൻ പറ്റുള്ളൂ. അവരെ തമിഴ്നാട്ടിൽ തന്നെ തളച്ചിട്ട് ഭാഷാവികാരം ഉണർത്തി, പണ്ടവരുടെ LTT വരുമ്പോൾ തന്നെ അവർക്കൊരു തമിഴ് തീവ്രവാദമുണ്ട്. LTTയെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവർ പ്രോത്സാഹിപ്പിച്ചത്, പ്രഭാകരനെയൊക്കെ, വേലുപ്പിള്ള പ്രഭാകരനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് മറ്റൊരു വേലുപ്പിള്ള പ്രഭാകരനാകാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. കേരളം പോലെ തന്നെ കേരളത്തിലെ വർഗീയതയാണെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഭാഷാപ്രേമം, അതിലൂടെ ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജനാധിപത്യ ബോധമുള്ള ആളുകൾ സത്യത്തിന് ഉണർന്ന് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിലാണ് കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് പറഞ്ഞത് 100% ശരിയാണ്. 21 മില്യൺ അമേരിക്കൻ ഡോളർ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ കാർഷിക വ്യവസായ രംഗത്ത് പുരോഗതിക്ക് ഉപയോഗിച്ചിരിക്കുകയല്ല, ഇന്ത്യയെ അസ്ഥിരമാക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അസ്ഥിരമാക്കാൻ ആരെയൊക്കെ അവർ ആയുധമാക്കി എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അറിയുമ്പോഴേ ഒരുപാട് പൊയ്മുഖങ്ങൾ തകർന്നു വീഴും. ഇപ്പോൾ CIAയുടെ പണം വാങ്ങിച്ച ആളുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അന്നത്തേനേക്കാൾ കൂടുതൽ ഈ നമുക്ക് വിവരങ്ങൾ അറിയാനുള്ള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതറിയാനുള്ള സൗകര്യമുണ്ട്. അത്തരത്തിലേക്ക് പോകും. അമേരിക്കൻ പത്രത്തിൽ വാർത്ത ഇന്ന് വന്നാൽ ഒരു 10-15 മിനിറ്റാണ് നമുക്കിവിടെ വായിക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് വായിക്കാം പത്രം. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വസ്തുത മറച്ചു വെച്ച് പോകുന്ന പത്രങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ ശാപം. അതുകൊണ്ടാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മറച്ചു വെച്ച് ഈ മാതൃഭൂമി ഒരു മാരകഭൂമിയായിട്ട് മാറിയതും. ഇത്തരം തരംതാണ് വാർത്തകൾ കൊടുത്തതിൻ്റെ ബേസിക് റീസൺ അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.